ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2025 മോഡൽ അപ്ഡേറ്റഡ് കിയ കാരൻസ് ക്ലാവിസ് ആണ്. ക്ലാവിസിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള HTE ഓപ്ഷണൽ വേരിയന്റ് ആണിത്. കാര്യം ഇതൊരു സെക്കൻഡ് വേരിയന്റ് ആണ്. പക്ഷേ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ വേണ്ട ഒരു എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു സെക്കൻഡ് വേരിയന്റിൽ തന്നെ കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും നിങ്ങൾക്ക് ഈ സെക്കൻഡ് വേരിയന്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്ഡേറ്റഡ് കിയ കാരൻസ് ക്ലാവിസ് ഇതിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള HTE ഓപ്ഷണൽ വേരിയന്റ് ആണിത്. കാരണം ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു സെക്കൻഡ് വേരിയന്റിൽ തന്നെ കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനം ഡയറക്ട്ലി കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മളുടെ എർട്ടിഗയുടെ ടോപ്പ് എൻഡ് വേരിയന്റ് ഒക്കെ ആയിട്ടാണ്. പ്രൈസിന്റെ കാര്യത്തിലാണ് പറയുന്നത്. കാര്യം സൈസ് വെച്ച് നോക്കുമ്പോൾ എർട്ടിഗനേക്കാളും അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഹനമാണ് കാരൻസ്. പിന്നെ നമ്മുടെ XL6 ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് 7 സീറ്ററുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിപ്പമുള്ളതും എന്നാൽ അത്യാവശ്യം ഫീച്ചേഴ്സ് തരുന്നതുമായിട്ടുള്ള ഒരു വാഹനമാണ് കിയയുടെ ഈ കാരൻസ് ക്ലാവിസ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഡീസൽ എഞ്ചിനിലും ഈ ഒരു വാഹനം ഈ ഒരു വേരിയന്റ് തൊട്ട് അവൈലബിൾ ആണ്. അപ്പൊ ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ ഈ ഒരു പോർഷനിൽ DRL ആണ് ടോപ്പ് എൻഡിൽ വരുന്നത്. നമുക്ക് ഈ HTE ഓപ്ഷണൽ വേരിയന്റിൽ ആ ബ്ലാക്ക് ഫിനിഷിനകത്ത് ഒരു സിൽവർ ലൈൻസ് കൊടുത്തിരിക്കുന്നു. ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു DRL പോലെ തോന്നുന്ന രീതിയിലാണ് വരുന്നത്. വശങ്ങളിലും നമ്മളെ ടോപ്പ് എൻഡിലൊക്കെ ഇതൊരു L ഷേപ്പ് DRL ആണ് വരുന്നത്. ഇതിനകത്ത് അവിടെ നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. അതൊരു ഗ്ലോസി സിൽവർ ഫിനിഷിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താഴേക്ക് വന്നാൽ നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. അത് ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെയാണ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹാലജൻ ആയിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ആ ഹെഡ്ലൈറ്റിന്റെ അകവശം എല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്നാൽ ഇൻഡിക്കേറ്റേഴ്സിനകത്തേക്ക് വരുമ്പോൾ അവിടെ നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. ഫ്രണ്ടിൽ താഴെയായിട്ട് നമുക്ക് യെല്ലോയിഷ് ഫിനിഷിൽ വരുന്ന ഒരു ഫോഗ് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്കൊരു സിൽവർ ഫിനിഷിൽ സ്കിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കാണാം. ഈ വാഹനത്തിന് 195 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ വേറെ പാർക്കിംഗ് സെൻസേഴ്സോ ക്യാമറയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വേരിയന്റിൽ വരുന്നില്ല. ഈ എയർ ഡാമിന്റെ പോർഷൻസിലെല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു സെക്കൻഡ് വേരിയന്റ് ആണെന്നോ ഒന്നും ആരും പറയത്തില്ല. കാരണം വശങ്ങളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു ടോപ്പ് എൻഡിന്റെ സിമിലർ ലുക്കൊക്കെയാണ് ഈ വാഹനം തരുന്നത്. വശങ്ങളിൽ നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് വാഹനത്തിന്റെ ചുറ്റുപുറം പോകുന്നത് കാണാം. അത് ഫ്രണ്ടിൽ നിന്നേ ഉള്ള ഒരു ക്ലാഡിങ്ങിന്റെ കണ്ടിന്യൂഷൻ ആണ്. അത് എല്ലാ വേരിയന്റിലും മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. വശങ്ങളിൽ നോക്കുമ്പോഴാണ് ഇത് എന്തൊരു വലിപ്പമുള്ള ഒരു വാഹനമാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുക. 4550 mm ആണ് ഈ വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത്. നമ്മുടെ ഇന്നോവയുടെ ഒക്കെ സിമിലർ സൈസാണ് ഈ വാഹനത്തിന് വരുന്നത്. വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ 1800 mm, ഹൈറ്റ് ആണെങ്കിൽ 1708 mm ആണ് ഹൈറ്റ് വരുന്നത്. വീൽ ബേസ് 2780 mm ആണ് ഈ വാഹനത്തിന്റെ വീൽ ബേസ്. അത് നമുക്ക് അകത്ത് കയറുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം നല്ല രീതിയിൽ ഇന്റീരിയർ സ്പേസ് ഉള്ള ഒരു വാഹനമാണ് കാരൻസിന്റെ ഈ ക്ലാവിസ്. ഇതിപ്പോ ഈ വാഹനം നമുക്ക് എർട്ടിഗ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് ഈ വാഹനത്തിന്റെ എന്തൊരു സൈസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ എർട്ടിഗയുടെ ലെങ്ത് നോക്കുകയാണെങ്കിൽ 4395 ഉള്ളൂ. ഈ വാഹനം 155 mm ലെങ്ത് കൂടുതലുള്ള ഒരു വാഹനമാണ്. വിഡ്ത്തും അതുപോലെ തന്നെ 65 mm ക്ലാവിസ് കൂടുതലാണ്. 1735 ആണ് എർട്ടിഗയുടെ വരുന്നുള്ളൂ. ഇത് 1800 ആണ്. ഹൈറ്റും അതുപോലെ തന്നെ 1690, ഇത് 1708, 18 mm. വീൽ ബേസിലാണ് മേജർ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത്. നമ്മളുടെ എർട്ടിഗ 1740 വരുമ്പോൾ ക്ലാവിസ് 1780. 40 mm വീൽ ബേസ് തന്നെ ഈ വാഹനം കൂടുതലാണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളെക്കാൾ, ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റു വാഹനങ്ങളെക്കാൾ വലിപ്പമുള്ള ഒരു വാഹനമാണ് നമ്മളുടെ കാരൻസിന്റെ ക്ലാവിസ്. ഇനി നമുക്ക് മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ അലോയ്സ് പോലെ തോന്നിക്കുന്ന സ്റ്റീൽ വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വീൽ കപ്പുകളാണ്. അലോയ്സിന്റെ ലുക്ക് കാട്ടാനായിട്ട് സിൽവർ ഫിനിഷ് ഒക്കെ കൊടുത്തിരിക്കുന്നു. നടുക്ക് കിയയുടെ ലോഗോ. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. അത് ബേസ് വേരിയന്റോട്ട് വരുന്നുണ്ട്. വീലിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 215/60R16 ആണ് ടയർ സൈസ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിലായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അത് LED ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. പ്ലെയിൻ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ B പില്ലറും C പില്ലറും ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. റൂഫ് റെയിൽസ് ഈ വേരിയന്റിൽ വരുന്നില്ല. ബാക്കിൽ നമുക്കൊരു ഷാർപ്പിൻ ആന്റിന കാണാം. സൺറൂഫ് പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഈ സെക്കൻഡ് വേരിയന്റിൽ കിയ ഉൾപ്പെടുത്തിയിട്ടില്ല. വശങ്ങളിൽ നോക്കുമ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ എന്തോരം വലിപ്പമുള്ള ഒരു വാഹനമാണ് ഇതെന്ന് നമുക്ക് ഫീൽ ചെയ്യുക. താഴത്തെ ക്ലാഡിങ് കുറച്ച് കട്ടിയുള്ള രീതിയിലാണ് മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. അവിടെ എന്തെങ്കിലുമൊക്കെ ആക്സസറി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസും നമുക്ക് ഇതിനകത്ത് കാണാം. അതുകൊണ്ട് തേർഡ് റോ പാസഞ്ചേഴ്സിനും അത്യാവശ്യം റൂമി ഫീൽ അകത്തു നിന്ന് ലഭിക്കും. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് വേരിയന്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സ് മിസ്സിംഗ് ഉണ്ട്. കാരണം ഇതൊരു സെക്കൻഡ് വേരിയന്റ് ആണ്. ഇപ്പോൾ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ
ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. അതിന്റെ നടുക്കായിട്ട് ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ് വാഷർ ആൻഡ് വൈപ്പറോ ഡിഫോഗറോ ഒന്നുമില്ലാത്ത പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് ടെയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് അടുത്ത് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് കാണാം, അതും LED ആണ്. താഴെ ഇൻഡിക്കേറ്റേഴ്സ് അതും LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെക്കൻഡ് വേരിയന്റ് ആണെങ്കിൽ നമുക്കൊരു റിവേഴ്സ് ക്യാമറയും ഇതിനകത്ത് കാണാം. ഇവിടെ കിയ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു, കാരൻസ് ക്ലാവിസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്ങും കാണാം. അതല്ലാണ്ട് വേരിയന്റിന്റെ ബാഡ്ജിങ് ഒന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിന്റെ റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെ താഴെയായിട്ടാണ് റിവേഴ്സ് ലൈറ്റ് വരുന്നത്. ബാക്കിൽ 2 റിഫ്ലക്ടേഴ്സും കാണാം. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഒരു സിൽവർ ഫിനിഷിൽ ബാക്കിൽ നമുക്ക് സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിങ്ങിന്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 3 റോയും നിവർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് 216 ലിറ്റർ ആണ്. അതല്ല, നമ്മൾ ഈ 3rd റോ ഫോൾഡ് ചെയ്യുകയാണ്, അതായത് നിങ്ങൾക്ക് എപ്പോഴും 5 പേര് യാത്ര ചെയ്യാനുള്ളൂ, എപ്പോഴും 7 പേരില്ല എങ്കിൽ നിങ്ങൾക്ക് 3rd റോ ഫോൾഡ് ചെയ്യാം. ആ സമയത്ത് 645 ലിറ്റർ ആയിട്ട് ഇതിന്റെ ബൂട്ട് സ്പേസ് വലുതാവുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഒരു ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ബെഡാണ് ലഭിക്കുക. ലോഡിംഗ് ലിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഈ 3rd റോ സീറ്റ് പോലും നമുക്ക് ഇപ്പോൾ 50-50 ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ റിക്ലൈനിന്റെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒരു 3 വേ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് സീറ്റിൽ കൊടുത്തിട്ടുണ്ട്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളും കാണാം. ബാക്കിലേക്ക് നമുക്ക് ഇവിടെ ഒരു ഹുക്ക് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. 3rd പാസഞ്ചേഴ്സിന് ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഫോണൊക്കെ ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, പിന്നെ ഒരു Type-C ചാർജിങ് പോർട്ടും ഇവിടേക്ക് വരുന്നുണ്ട്. AC വെന്റ്സ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ്. ബാക്കിൽ നമുക്ക് റീഡിംഗ് ലൈറ്റ് കാണാം, അത് ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. 2 വശത്തും നമുക്ക് ആ ഒരു ചാർജിങ് പോർട്ട് കാര്യങ്ങൾ കോമൺ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. 3rd റോ പാസഞ്ചേഴ്സിന് 2 സീറ്റ് ബെൽറ്റ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ അല്ലെങ്കിൽ 3 ടോൺ കളറിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡ്യുവൽ ടോൺ ഫിനിഷ് കാണാം. ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഡോർ ഹാൻഡിൽസ് നമുക്കൊരു പ്രീമിയം ടച്ച് കിട്ടാനായിട്ട് ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. നമുക്ക് മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. പിന്നെ നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്കിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്കൊരു ഡിസൈൻ പാറ്റേൺ തന്നെ ഒരു ഡോർ ഹാൻഡിൽ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2-3 ബോട്ടിൽ വയ്ക്കാനുള്ള ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗില്ല് സ്പീക്കർ ഇതിനകത്ത് വരുന്നുണ്ട്. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സെമി ലെതറിഡ് സീറ്റുകളാണ് വരുന്നത്. അതായത് വശങ്ങളിൽ ഫാബ്രിക് ഫിനിഷും സെന്ററിൽ ലെതർ ഫിനിഷുമാണ് വരുന്നത്. അതിലെ എല്ലാ സീറ്റുകളും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതൊരു ബ്ലൂയിഷ് ഫിനിഷ് ഒക്കെ വരുന്ന ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് വരുന്നത്. താഴേക്ക് വന്നാൽ നമുക്കിവിടെ ഇതിൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെക്കൻഡ് എനിക്കൊന്ന് ബേസ് വേരിയന്റ് തൊട്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിന്റെ ഒരു എയർ ബാഗിന്റെ ഒരു ബാഡ്ജിങ് നിങ്ങൾക്ക് കാണാം. താഴെയായിട്ടാണ് നമുക്ക് ഫ്യൂവൽ ലൈറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് മാനുവൽ ആയിട്ട് 3 പെഡലുകൾ കാണാം. ഇവിടെ വശങ്ങളിലായിട്ട് ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെയും നമുക്ക് ആ ഒരു ബ്ലൂയിഷ് ഫിനിഷിൽ ഇന്റീരിയർ കാണാനായിട്ടാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വരുന്ന ഫുള്ളി ഫംഗ്ഷനോട് കൂടിയ 2 കീ കൊടുത്തിരിക്കുന്നു. ഇതൊക്കെയാണ് മാരുതി കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു സെക്കൻഡ് വേരിയന്റിൽ തന്നെ ഇത്രയും പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഒരു കീ ആണ് ക്ലാവിസിന് കിയ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. HTE ഓപ്ഷണൽ വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഇത് ആരും പറയില്ല ഒരു സെക്കൻഡ് വേരിയന്റ് ആണ് അല്ലെങ്കിൽ ഒരു ബേസ് വേരിയന്റിന്റെ അപ്ഡേറ്റഡ് വേർഷൻ ആണെന്ന്. കാരണം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയന്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ മറ്റ് മാനുഫാക്ചേഴ്സിന്റെ 3rd വേരിയന്റ് അല്ലെങ്കിൽ ടോപ്പ് എൻഡ് വേരിയന്റിൽ കാണുന്ന പല ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു ബേസ് വേരിയന്റിൽ തന്നെ കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ലെതർ ഫിനിഷ് ഒന്നും തന്നെ വരുന്നില്ല. നമ്മുടെ സൈറോസിലൊക്കെ കണ്ട സെയിം സ്റ്റിയറിംഗ് വീൽ. ഒരു വശത്തായിട്ടുള്ള കിയുടെ ഒരു ബാഡ്ജിങ് കാണാം. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻസും വലതുവശത്ത് മ്യൂസിക്കിന്റെ കൺട്രോൾസുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് വരുന്നു. ഒരു 4 സ്പോക്ക് അല്ലെങ്കിൽ 3 സ്പോക്ക് എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് സ്റ്റിയറിംഗ് വീൽ വരുന്നത്. ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഹെഡ്ലൈറ്റിൽ ഈ ഒരു വേരിയന്റിൽ തന്നെ ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് സ്പീഡോമീറ്ററും RPM മീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിന്റെ കളർ ടോൺ എല്ലാം ഒരു ബ്ലൂയിഷ് ഫിനിഷിലാണ് വരുന്നത്. അത് പണ്ടത്തെ കിയ വാഹനങ്ങളിലൊക്കെ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. ഇതിനകത്ത് TPMS പോലെയുള്ള ഫീച്ചേഴ്സ് സെക്കൻഡ് വേരിയന്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് സ്റ്റിയറിംഗ് വീലിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് മറ്റ് ഇൻഫർമേഷൻ ആവറേജ് ഫ്യൂവൽ അങ്ങനത്തെ മറ്റ് ഇൻഫർമേഷൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഡിസ്റ്റൻസ് ടു MT പോലെയുള്ള ഫീച്ചേഴ്സ് കാണാം. പിന്നെ ഇതിനകത്ത് ഡ്രൈവർ സെറ്റിംഗ്സ് കാര്യങ്ങൾ ക്ലസ്റ്ററിലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള
ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ്, പിന്നെ TPMS പോലുള്ള ഇൻഫർമേഷൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ഇത് റിവേഴ്സ് ഇടുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. റിവേഴ്സ് ആണെന്നുള്ള റിവേഴ്സിൻ്റെ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സ്ക്രീനാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള സ്ക്രീനാണ്. 4 സ്പീക്കറോട് 2 ടൂട്ടും ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. അതായത് ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ 8 ഇഞ്ചിൻ്റെ സ്ക്രീൻ, 4 സ്പീക്കർ, 2 ട്യൂട്ടർ, റിവേഴ്സ് ക്യാമറ, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീൻ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം ഫീച്ചറിസ്റ്റിക്കാണ്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ ക്യാമറ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരെ ഇതിനകത്ത് നമ്മൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വശങ്ങളിലായിട്ട് നമ്മൾക്ക് അതിൻ്റെ മീഡിയ കൺട്രോളുകൾ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഫിസിക്കൽ ബട്ടണുകൾ ട്യൂൺ ചെയ്യാനുള്ളതും വോളിയം കൺട്രോൾ ചെയ്യാനായിട്ടുള്ളത് ഫിസിക്കൽ ബട്ടണുകൾ കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് അതായത് നമ്മുടെ മീഡിയ സ്ക്രീനിൻ്റെയും നമ്മുടെ AC കൺട്രോൾസിൻ്റെ നടുക്ക് ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് ആ AC വെൻസ് കൊടുത്തിരിക്കുന്നത്. അതിന് നോബ്സിലെല്ലാം ചെറിയൊരു സിൽവർ ടച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഡാഷ്ബോർഡ് ഒരു 3 ടോൺ കളറാണ്, ഒരു ബ്ലൂയിഷ് ഫിനിഷ്, അതിന് നടുക്കൊരു സിൽവർ ടച്ച് കൊടുത്തിരിക്കുന്നു. അതൊരു പ്രീമിയം ലുക്ക് കിട്ടാനായിട്ട് മുകളിൽ ഒരു ബ്ലാക്ക് ഫിനിഷും താഴെ ഒരു ഓഫ് വൈറ്റ് ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിന് താഴെയായിട്ട് AC കൺട്രോളുകൾ കൊടുത്തിരിക്കുന്നു. അത് മൊത്തത്തിലുള്ള ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അത് മാനുവൽ AC കൺട്രോൾസ് ആണ്. സെക്കൻഡ് വേരിയന്റിൽ ഓട്ടോ AC പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിന്റെ, പിന്നെ നമുക്കൊരു 12 വോൾട്ടിന്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഒരു ടൈപ്പ് C ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഈ വശങ്ങളിലെല്ലാം നമുക്ക് ഡെമ്മി സ്വിച്ചുകളാണ്. ഇവിടെ നമുക്കൊരു ഹിൽ ഡിസൈൻ കൺട്രോളിന്റെ ഒരു ബട്ടണും കാണാം. ഇവിടെ നമുക്ക് ടോപ്പ് എൻഡ് വേരിയന്റിൽ വയർലെസ് ചാർജറാണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു empty ചാർജ് സ്പേസ് എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു. മൊബൈലെല്ലാം വയ്ക്കാൻ പാകത്തിന് 6 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം. അത് ടോപ്പെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ്. അതിന് ചുറ്റും നമുക്കൊരു ബ്ലൂയിഷ് ആൻഡ് ഒരു സിൽവർ ടച്ച് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. മാനുവൽ ഹാൻഡ് ബ്രേക്സ് ആണ് വരുന്നത്. സെൻറ്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ ടോപ്പിൽ സോഫ്റ്റ് ടച്ച് കാര്യങ്ങളാണ്. അകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. അത് ഈ സെക്കൻഡ് വേരിയന്റിൽ തന്നെ ഒരു സെമി ലെതറിഡ് സീറ്റുകളാണ് ഫുൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സെൻട്രൽ പോർഷൻ ലെതറും വശങ്ങളിൽ ഒരു ഫാബ്രിക് ഫിനിഷ് എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. അതിനകത്ത് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നമുക്ക് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. 6 എയർ ബാഗുകളുണ്ട്. അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. കോ ഡ്രൈവേഴ്സുകളിൽ നമുക്ക് സ്പ്രിംഗ്ഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. കോ ഡ്രൈവേഴ്സുകൾ സൺവൈസസ് വിത്ത് മിററോട് കൂടി കൊടുത്തിരിക്കുന്നു. സെൻറ്ററിൽ നമുക്ക് മാനുവൽ ഡിമ്മിങ്ങുള്ള IR VMs ആണ്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് ജസ്റ്റ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ ഈ ഒരു സെക്കൻഡ് വേരിയന്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അകത്തെ റീഡിംഗ് ലൈറ്റുകളെല്ലാം നമുക്ക് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. ഇതിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളത് പറഞ്ഞപ്പോൾ പറയാൻ മിസ്സായതാണ്. അതിനകത്ത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയ ഒരു പാർക്കിംഗ് ക്യാമറ, ഡീസൻറ്റ് ക്ലാരിറ്റി എന്ന് പറയാം. അതിനകത്ത് വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് തന്നെ പാർക്കിംഗ് സെൻസേഴ്സ് സെൻട്രൽ കൺസോളിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. പിന്നെ നമ്മൾ സ്റ്റിയറിംഗ് വീലിൽ പറയാൻ മിസ്സായ ഒരു കാര്യമാണ്, ഇതിനകത്ത് ടിൽറ്റ് അഡ്ജസ്റ്റബിൾ ഓപ്ഷനോട് കൂടി സ്റ്റിയറിംഗ് വീലാണ്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളിൽ കാണാത്ത അത്രയും ഫീച്ചേഴ്സ് നമ്മുടെ കിയയുടെ ഈ കാരൻസിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് റോ ആൻഡ് തേർഡ് റോ പാസഞ്ചേഴ്സിന്റെ കംഫർട്ടും ഇരിക്കാനുള്ള ഒരു സ്പേസ് കാര്യങ്ങളും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ സെഗ്മെന്റിലെ ഏറ്റവും വലിപ്പമുള്ള ഡോറുകൾ നമ്മുടെ കിയ കാരൻസ് ക്ലാവിസിലാണ്. ഇപ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 80 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റും. ഒരു ഡ്യുവൽ ടോൺ കളറാണ്. ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഡിസൈൻ തന്നെ ഒരു ഡോർ ഹാൻഡിൽ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. അകത്തെ ഡോർ ഹാൻഡിൽസ് നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. ഇവിടെ നമുക്കൊരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷ് എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു. സെക്കൻഡ് വേരിയന്റിൽ നമുക്ക് സൺ ബ്ലൈൻഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മളുടെ കാലാവസ്ഥയിൽ അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് ഈ സൺ ബ്ലൈൻഡ്സ്. നമുക്ക് 2 ബോട്ടിലൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് സ്പീക്കർ ഗ്രില്ല് കാണാം. മാസീവായിട്ടുള്ള സെക്കൻഡ് റോ സീറ്റുകളാണ് വരുന്നത്. ബാക്കിലേക്കുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് C ചാർജിങ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു. ബാക്കിലെ AC ബ്ലോവർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിരിക്കും കാണാം. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. ബാക്കിൽ AC വെൻസ് വരുന്നത് ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ്. എല്ലാ സീറ്റിലേക്കും നമുക്ക് AC വെൻസ് കാണാം. നമുക്ക് സെന്ററിലും റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. ബാക്കിലേക്കും റീഡിംഗ് ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സ്ലാൻഡിംഗ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെക്കൻഡ് റോ സീറ്റുകൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു ലിവറിൽ പിടിച്ച് പുള്ളി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും സ്ലാൻഡിംഗ് പൊസിഷനിൽ വരെ ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്കൊരു കിടന്നുറങ്ങി പോകുന്ന രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റും. 2-3 പൊസിഷനിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താനായിട്ട് പറ്റും. നമുക്കൊരു സെൻറ്റർ പാസഞ്ചർ ഇല്ല എങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സെൻറ്റർ ആംറെസ്റ്റും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ കാണാം. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് വരുന്നത്. ഐസോഫിക് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് ലെഗ് റൂം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് റൂം കാണാം. ബാക്കിൽ നമുക്ക് സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും വരുന്നുണ്ട്. ഈ സീറ്റ് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. അത് നമ്മളിപ്പോൾ മാക്സിമം ഫ്രണ്ടിലേക്ക് സ്ലൈഡ് ചെയ്തിട്ട് കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം കാണാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഒരു 20-25 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. അത്രയും ഹൈറ്റുള്ള ഒരു വാഹനമാണ് കിയയുടെ ഈ ക്ലാവിസ്. ഇനി നമുക്ക് തേർഡ് റോയിലേക്ക് ഒന്ന് കയറി നോക്കാം. തേർഡ് റോ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ലിവർ ഒന്ന് ഫ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ ഇത് ഫുള്ളി ഫോൾഡ് ആവുന്നത് കാണാം. ഈസിലി നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് പറ്റും. നമ്മൾ തേർഡ് റോയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാലും അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം കാണാം. ഇപ്പോൾ ഈ സീറ്റ് മാക്സിമം ഇറക്കിയിട്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടേക്ക് ഇരുന്നാൽ പോലും മാക്സിമം ബാക്കിലേക്ക് ഇരുന്നാൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ഈ ഒരു തേർഡ് വേരിയൻറ്റിൽ കിട്ടുന്നുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് 6 ഫീറ്റ് ആണ്, എന്നാലും എൻ്റെ കാലൊക്കെ അകത്തേറ്റ് വെച്ച് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. തേർഡ് റോയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഹെഡ് റെസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താനായിട്ട് പറ്റും. നമുക്കും ഇൻഡിവിജ്വലായിട്ടൂടെ AC വെൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ടുകളും കാണാം. അപ്പോൾ തേർഡ് റോ ആണെങ്കിലും അത്യാവശ്യം കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് കാരൻസിൻ്റെ ക്ലാവിസിൽ പറ്റുന്നുണ്ട്. കാരൻസ് ക്ലാവിസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസൺ കൺട്രോൾ, TPMS, 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക്, അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ കാണേണ്ട ഒരുവിധം എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ബേസ് വേരിയന്റ് തൊട്ട് ക്ലാവിസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ 3 എഞ്ചിൻ ഓപ്ഷൻസിൽ നമുക്ക് ഈ HTE ഓപ്ഷണൽ വേരിയന്റ് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. എല്ലാം മാനുവൽ വേരിയന്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എഞ്ചിൻ വരുന്നത് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ. നമ്മളുടെ സെൽട്ടോസിലും ഒക്കെ കണ്ടുവന്നിരുന്ന സെയിം പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. 113 HP ആണ് അത് പവർ വരുന്നത്. 144 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിൻ വിത്ത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്. ആ വാഹനത്തിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 16.5 ഒക്കെയാണ്. റിയൽ ലൈഫിൽ ഒരു 12-13 ഇടയ്ക്കൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്തത് വീണ്ടും വരുന്നത് ഒരു പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. 1.5 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. അത് 158 HP പവറാണ് വരുന്നത്. 253 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. അത് ടർബോ പെട്രോൾ ആയതുകൊണ്ട് നോക്കി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അത്യാവശ്യം മൈലേജ് ഒക്കെ ലഭിക്കും. അതിനും 12-13 ഇടയ്ക്ക് നമുക്ക് ആവറേജ് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. 16.5 ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ആ വേരിയന്റിൽ നമ്മൾക്ക് ആ പെട്രോൾ എഞ്ചിനിൽ നമുക്ക് ഓട്ടോമാറ്റിക് മാനുവൽ അവൈലബിൾ ആണ്. പക്ഷേ HTE ഓപ്ഷനിൽ നമുക്ക് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഡീസൽ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഡീസൽ എഞ്ചിൻ നമുക്ക് പക്ഷേ ബേസ് വേരിയന്റ് തൊട്ടേ അവൈലബിൾ ആണ്. ഡീസൽ എഞ്ചിൻ നമ്മളുടെ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള കിയയുടെയും ഹ്യുണ്ടായുടെയും എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന 1.5 ലിറ്റർ ടർബോ ചാർജ് 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. 113 HP ആണ് തരുന്ന പവർ. പക്ഷേ 250 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. അത്യാവശ്യം നല്ല പവർഫുൾ ആണ്. കാല് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പറന്ന് കയറുന്ന ഫീലുള്ള ഒരു ഡീസൽ എഞ്ചിൻ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ആ ഒരു ഡീസൽ എഞ്ചിൻ ഓടിക്കാത്ത ആൾക്കാർ ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഒത്തിരി വാഹനങ്ങളിൽ ആ ഒരു എഞ്ചിൻ വന്നിട്ടുണ്ട്. അത് അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. കമ്പനി 20 കിലോമീറ്റർ ഒക്കെയാണ് ക്ലെയിം ചെയ്യുന്നത്. ഒരു 15-17 ഇടയ്ക്കൊക്കെ അതിന് ആവറേജ് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. അത്യാവശ്യം ഓട്ടോ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ടത് ഇതിൻ്റെ ഡീസൽ വേരിയൻ്റ് ആണ്. ഡീസലിൽ നമ്മൾക്ക് ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമുക്ക് ബേസ് വേരിയന്റിന്റെ പ്രൈസ് തൊട്ടേ സ്റ്റാർട്ട് ചെയ്യാം. HTE ബേസ് വേരിയന്റ് പെട്രോളിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 13,87,000 രൂപ. അതായത് നമ്മളുടെ എർട്ടിഗയുടെ ZXA വേരിയന്റിന്റെ പ്രൈസ് ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് ആണ്. ആ ഒരു ബേസ് വേരിയന്റിൽ തന്നെ നിങ്ങൾക്ക് ഡീസൽ അവൈലബിൾ ആണ്. HTE ഡീസൽ വേരിയന്റിന് 16,26,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അത് ബേസ് വേരിയന്റ് ആണെങ്കിലും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ആ ഒരു വേരിയന്റിൽ തന്നെ കിയ കൊടുത്തിട്ടുണ്ട്. അതല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി ഫീച്ചറിസ്റ്റിക് ആയിട്ടൊരു വാഹനം വേണം, കുറച്ചും കൂടി പ്രീമിയം ലുക്കിംഗ് ഉള്ള ഒരു വാഹനം വേണമെങ്കിൽ HTE ഓപ്ഷണൽ, അതായത് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേരിയന്റിലേക്ക് വരാം. ഈ വേരിയന്റിൽ നിങ്ങൾക്ക് ടർബോ ചാർജറുള്ള പെട്രോൾ എഞ്ചിനും അവൈലബിൾ ആണ്. ഇപ്പോൾ HTE ഓപ്ഷണൽ നോർമൽ പെട്രോൾ എഞ്ചിനുള്ള വാഹനത്തിന് 15,06,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇത്രയും ഫീച്ചേഴ്സുള്ള ഈ ഒരു കാറിന്. അതല്ല, ഇതിന്റെ ടർബോ പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ടർബോ പെട്രോൾ എഞ്ചിനുള്ളതിന്റെ ബേസ് വേരിയന്റും ഈ HTE ഓപ്ഷനിലാണ്. ആ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 16,13,000 രൂപ. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് HTE ഓപ്ഷണൽ ഡീസൽ വേരിയന്റ് ആണ്. ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 17,51,000 രൂപ. അതായത് നമ്മളുടെ എർട്ടിഗയുടെയൊക്കെ ടോപ്പ് എൻഡ് വേരിയന്റ്, അല്ലെങ്കിൽ XL60 ഒക്കെ ടോപ്പ് എൻഡ് വേരിയന്റ്, അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള വേരിയന്റ് ഒക്കെ പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങളൊരു കാരൻസ് വാങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ
ആ 17,51,000 രൂപ ബഡ്ജറ്റിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു വേരിയൻ്റ് ആണ്. അത്യാവശ്യം മൈലേജ് ഉണ്ട്, അത്യാവശ്യം എഞ്ചിൻ പവർ ഉണ്ട്. നിങ്ങൾക്ക് ലോങ് റൈഡ് പോകാൻ, ഷോർട്ട് റൈഡ് പോകാനാണെങ്കിൽ അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ ലഭിക്കും. അത്യാവശ്യം വലിപ്പമുള്ള വാഹനമാണ്, നല്ലൊരു ഇൻറ്റീരിയർ സ്പേസും ഈ വാഹനം തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ 100% വാല്യൂ ഫോർ മണിയാണ്. പിന്നെ കിയ ഈ വാഹനങ്ങളുടെ പ്രൈസ് കൊടുത്തിരിക്കുന്നതും കുറേ അട്രാക്റ്റീവ് മോഡലാണ്. ഇപ്പോൾ ബേസ് വേരിയന്റിന്റെ പ്രൈസിനേക്കാളും കറക്റ്റ് 1 ലക്ഷം രൂപ കൂടുതലാണ് സെക്കൻഡ് വേരിയന്റ് HT ഓപ്ഷണലിന്. അതിനേക്കാളും കറക്റ്റ് 1 ലക്ഷം രൂപ കൂടുതലാണ് HTK വേരിയന്റിന്. ഇതെല്ലാം ഷോറൂം പ്രൈസിലാണ് 1 ലക്ഷം രൂപ കൂടുതൽ വരുന്നത്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിഫറൻസും കൂടി വരും. ഇപ്പം നമ്മൾ ബേസ് പെട്രോൾ വേരിയന്റിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 13,87,000 രൂപയാണ് ബേസ് പെട്രോൾ വേരിയന്റിന്. ഇപ്പോൾ HT ഓപ്ഷനിലേക്ക് വരുമ്പോൾ 15,06,000 രൂപ, ഏകദേശം 1,16,000 രൂപയുടെ ഡിഫറൻസ്. ഡീസലിലേക്ക് വന്നാൽ 16,26 ബേസ് വേരിയന്റിന്. ഈ വേരിയന്റിലേക്ക് വരുമ്പോൾ 17,51, അവിടെയും ഒരു 1,20 ഒരു ഡിഫറൻസ്. അത് ആ ടാക്സിൽ വരുന്ന ഒരു ഡിഫറൻസ് ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ വീണ്ടും പറയുന്നു, കിയ കറൻസിൽ എനിക്ക് മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു വേരിയന്റ് ആണ്. ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു വേരിയന്റും ഇപ്പോൾ നിലവിൽ ബുക്കിംഗ് കൂടുതൽ ഓൺലൈനിൽ കാണിക്കുന്നതും ഈ ഒരു വേരിയന്റിനാണ്. അപ്പോൾ കിയ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ DKH കിയ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പുതിയ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ, എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.